എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നിസാറിക്ക് രാവിലെ തന്നെ ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം രാവിലെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിഷ്ടമുള്ള പാർട്സൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് മുൻപ് തന്നെ പോയി ഇതുപോലെ വാങ്ങിയിട്ട് വരും. പിന്നെ ഇപ്പം 2-3 ആഴ്ചയായിട്ട് ഇതൊന്നും വാങ്ങിക്കലുണ്ടായിരുന്നില്ല. ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ പോയി കൊണ്ടുവന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണെന്നുള്ളത്. അപ്പം അവരിങ്ങനെ റെസ്റ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാനല്ലല്ലോ നനയ്ക്കുന്നത്, മെഷീനല്ലേ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അത് വാഷ് ചെയ്ത് കിട്ടിക്കോളും. അപ്പം പിന്നെല്ലാന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ ശേഷം ഇടുന്ന ഡ്രസ്സാണെങ്കിലും ചിലപ്പോൾ അതിൽ ഓയിലിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച ശേഷം പിന്നീട് എടുത്ത് വാഷ് ചെയ്യാൻ ഇടുകയാണ് ചെയ്യണത്, എങ്കിലേ ക്ലീൻ ആവത്തുള്ളൂ. മുമ്പ് സുലു ഉള്ളപ്പോഴാണ് ഇവിടെ ഇതുപോലെ എല്ലാ ആഴ്ചയിലും ഇതുപോലെയൊക്കെ ബീഫൊക്കെ വാങ്ങിയിട്ട് വരട്ടി എടുത്തൊക്കെ ചെയ്യുന്നത്. ഇവിടെ പിന്നെ സൽമാനൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നിസാറിക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ കഴിക്കണം എന്ന് തോന്നും. അപ്പം സുലു ഉള്ളപ്പം എന്ന് വെച്ചാൽ എല്ലുള്ള പീസ് അവന് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവന് ഇങ്ങനെ ഈ മാംസം മാത്രമുള്ളതാണ് ഇഷ്ടം. ഇപ്പം പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എനിക്കും നിസാറിക്കൊക്കെ ഇതുപോലെ എല്ല് ഉള്ള ആ പീസ് ഇഷ്ടമാണ്. അപ്പം അത് ഇപ്പം കറി വെക്കാമെന്ന് വിചാരിച്ചെടുത്തത്. അതിപ്പം നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതാ ഇനിയിപ്പം ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? എല്ലുള്ള പീസാണോ ഇഷ്ടം, അതേ മാംസം മാത്രമാണോ ഇഷ്ടം? അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കഴിഞ്ഞ് കേട്ടോ. അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പണി തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ മോള് ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ പൊളിച്ചിടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒരു കഥയുണ്ട് കേട്ടോ. നമ്മുടെ റിച്ചുമോൻ്റെ പാത്രമാണ് കേട്ടോ. അവൻ ചെറുതായിരുന്നപ്പോഴേക്കും അവന് കുറുക്ക് ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം സനമോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ റിച്ചുമോൻ കഴിച്ച പാത്രത്തിൽ നമ്മളുടെ സനമോൾക്കും കുറുക്കുണ്ടാക്കുവാണ്. ഇന്നലെ മോൾക്ക് ചെറിയൊരു പനിയുടെ അസ്വസ്ഥത. ഇനിയിപ്പം പല്ല് വരുന്നതിൻ്റെ ആണോ ഇഴയാനുള്ളതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഈ ഒരു സ്റ്റേജിലൊക്കെ ഇങ്ങനെ വരുന്ന പഴമക്കാരൊക്കെ പറയില്ലേ, എന്റെ മോൾക്ക് വയ്യ, അതുകൊണ്ടാ നമ്മള് ഡ്രസ്സൊന്നും ഇടാതിരിക്കണല്ലേ ഇടാ ചക്ര. എന്റെ ബേബിക്കുള്ള ഫുഡായത്, ചക്രനുള്ള ഫുഡായത്. അതാ കണ്ടോ കണ്ടോ. ശരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ വയ്യായ്ക വരുമ്പോൾ ഭയങ്കര ഒരു പ്രയാസമാണ് അല്ലേ. നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്നെങ്കിലും എപ്പോഴും കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് തോന്നും. അപ്പം ഞാൻ എപ്പോഴും ഫാബിമോളുടെ അടുത്ത് പറയും കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതിയെന്ന്. കാരണം നമുക്ക് എപ്പോഴും കുഞ്ഞാണല്ലോ പ്രിഫറൻസ്. അല്ലാതെ ഇതുപോലെയുള്ള ജോലികളൊക്കെ നമുക്കത് പിന്നത്തെ കാര്യമാണ്. അപ്പം ഞാൻ ഇതുപോലെ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഇത് ചെയ്യും. പിന്നെ ഇപ്പം പുറം പണിക്ക് ഒരാളിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സന ബേബി ചക്കിട് ഇച്ച് പല്ലു വരാൻ പോണ മുത്തേ, പല്ലു വരാൻ പോവാണാ ആയിരിക്കാം. അപ്പോൾ വെള്ളമിട്ട് തുണിയിൽ നനച്ചിട്ട് ദേഹമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും, പിന്നെ നെറ്റിയിൽ വയ്ക്കും. അതുകൊണ്ടാണ് നമ്മുടെ സന ബേബി ഡ്രസ്സ് ഇടാതെ നിൽക്കുന്നത് അല്ലേ മോളെ. ചക്കരേ 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 എന്റെടാ. നിസാറിക്ക് അതേ സനമോളെയും കളിപ്പിച്ചിരിക്കുകയാണ് കേട്ടാ. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിസാറിക്ക് എങ്ങനെയാണ്, സനമോളും ഇങ്ങനെ കാത്തിരിക്കും കേട്ടാ. അപ്പൊ റിച്ചുവിനെ എപ്പോഴും കാത്തിരിക്കുന്നതാണ്. ഇപ്പൊ റിച്ചു ഇല്ല എന്നുള്ളത് അവള് മനസ്സിലാക്കി. പിന്നെ ഈ 6 മാസം വരെ അവൾക്ക് പനിയോ ഒന്നും വന്നിട്ടില്ല കേട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നു അതുവരെ അവള് മുലപ്പാല് മാത്രമാണ് കുടിച്ചിരുന്നത്. ഇപ്പോഴാണല്ലോ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങിയത്. അപ്പൊ അതിൻ്റെയൊക്കെ ആണോ അങ്ങനെയൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഉള്ളതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പൊ മോളുടെ കുറുക്ക് റെഡിയായി. അതൊന്ന് തണുത്തപ്പോഴേക്ക് ഫാബി മോൾ കൊടുക്കുകയാണ്. കുറുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിവിടെ കുറച്ച് ഇപ്പം ആദ്യമൊക്കെ ഇങ്ങനെ വാ തുറക്കും. പിന്നെ ഇപ്പോഴത്തെ സംഭവം അവളിങ്ങനെ ഒരറ്റത്തുനിന്ന് ഒലിപ്പിച്ചോണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ എനിക്ക് വേണ്ട കറിവേപ്പില പറിക്കാനായിട്ട് വന്നതാണ്. എനിക്ക് എപ്പോഴും ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് പോയിട്ട് കറികളിൽ ഇടുന്നതാണ് താല്പര്യം കേട്ടോ. നല്ല കറിവേപ്പിലാണ് പറിക്കാൻ തോന്നൂല. വേണ്ട, ഇതോടെ നിൽക്കട്ടെ. പട്ടരി വെറ്റയൊന്നുമല്ല, പഴയത് തിന്ന. ഈ കോവലാണ് എൻ്റെ കരിവേപ്പിലയെ നശിപ്പിക്കുന്നത്.
എത്ര അത് വെട്ടിക്കളഞ്ഞാലും കാട്ടുകോലാണേ. ഇത്രയും മതി. അപ്പോൾ ബീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇത്തടെ ഈ ക്രഷർ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അഗാറോയുടേതാണ് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് സംഭവം. അത് നമ്മൾ ചതച്ചെടുത്താലും മതിയാകും. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കണം. എപ്പോഴും ഞാൻ പച്ചമുളക് ലാസ്റ്റ് മാത്രമേ ഒന്ന് ചതച്ചെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ അരയുന്നതിന് മാത്രമേ ഞാൻ അരിഞ്ഞെടുക്കേണ്ടതിന് മാത്രമേ ആദ്യം എടുക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചതച്ചെടുക്കേണ്ടത്. പിന്നെ ബീഫ് നമ്മൾ വെള്ളമെല്ലാം വാർന്ന ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ 2 സവാള മീഡിയം സൈസിലെ സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തത്. അതും കൂടി ഇട്ട ശേഷം നമ്മൾ ഈ ചതച്ചെടുത്തില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ ഇടുമ്പോഴാണ് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ കറിയക്കും കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ എരിവുള്ള മുളക് പൊടി ചേർക്കാറില്ല. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് എരിവ് നിങ്ങൾക്ക് തീരെ വേണ്ടേന്ന്. അത്യാവശ്യമുള്ള എരിവ് മാത്രമേ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അത് വെളിച്ചെണ്ണയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കത്തില്ല. കാരണം ഇത് വെന്ത് വരുമ്പോഴേക്ക് ആ ബീഫിൽ നിന്ന് തന്നെ ചാറൊക്കെ ഊറി വരും. അപ്പം അത് മാത്രം മതിയാകും കേട്ടോ. അഡീഷണൽ ആയിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എന്താ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 4 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കും. അപ്പം ഓരോരുത്തരുടെ കുക്കറിനെയും ആ എടുക്കണ ബീഫിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് വേകുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും ഞാൻ പറയത്തില്ല ഇവിടെ സലൂന് പത്തിരി ഇഷ്ടമാണെന്ന്. അപ്പം ഇന്ന് ഞാൻ നോക്കുമ്പം പത്തിരി പ്രസ് അത് പെയിന്റ് അടിക്കേണ്ട സ്റ്റേജിലെത്തി. അതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുത്തില്ല. അത് നന്നാക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വെള്ളം തിളച്ചപ്പോഴേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട ശേഷം 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കിണ്ടി എടുക്കുക എന്ന് പറയും. പിന്നെ 1 കപ്പോളം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഒറട്ടി ഉണ്ടാക്കാമെന്ന്. ഒറട്ടിയൊക്കെ ഓരോ നാട്ടിലും ഓരോ രീതിക്കാണ് ഉണ്ടാക്കണത് അല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒറട്ടി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒറട്ടി ഇഷ്ടമുള്ളവരുണ്ട്? ചിലർ അത് കൈകൊണ്ട് പരത്തുന്നത് കാണാം. ഇതിപ്പം സ്പെഷ്യൽ ഒരു സംഭവത്തിലാണ് ഞാൻ ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കുക്കറിന് വിസിൽ കേൾക്കുന്നുണ്ട്. അപ്പം എന്താ നന്നായിട്ട് കുഴച്ചെടുത്തത് നമുക്ക് ഇനിയിപ്പോൾ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു താലത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് കൈ ഒന്ന് നനച്ചാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ശരിക്കും ഒറട്ടി എന്ന് പറയുമ്പം ഓരോ പലഹാരത്തിനും ഓരോരുത്തർക്കും ഓരോരോ ഓർമ്മകളായിരിക്കുമല്ലോ. എനിക്കാണെങ്കിൽ എൻ്റെ ഉമ്മയുടെ വീട്ടിലെ ഓർമ്മയാണ് കേട്ടോ. അവിടെ എപ്പോഴും ഒറട്ടി ഉണ്ടാവും. പണ്ടൊക്കെ എൻ്റെ ചെറുതിലേ പോകുമ്പോഴും ഒറട്ടിയും നല്ല തേങ്ങയുള്ള വറുത്തൊരു ചമ്മന്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കത്തില്ലേ ആ ഒരു ചമ്മന്തി. എനിക്കപ്പോൾ എപ്പോഴും ആ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ ഒറട്ടി ഉണ്ടാക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷമാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. നല്ലതുപോലെ കുഴയ്ക്കണം ചൂടോടുകൂടി തന്നെ. ഇതാ കണ്ട ഒറട്ടിപ്പലക. അപ്പം നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഒറട്ടിപ്പലകയിലാണ് ഉണ്ടാക്കണത്. ഇപ്പം എത്ര പേര് ഈ ഒറട്ടിപ്പലകയിൽ ഉണ്ടാക്കും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒറട്ടിപ്പലകയാണ് കേട്ടോ ഇത്.
അപ്പോൾ അതിലേക്ക് ഒരു തുണി നനച്ച് ഇതുപോലെ ഒന്ന് വിരിക്കും. എന്നിട്ട് ഇതൊന്ന് ഉരുട്ടി എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഓരോരുത്തരും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. ചിലർ ചപ്പാത്തി പ്രസ്സിൽ വെച്ച് തന്നെ പ്രസ് ചെയ്തെടുക്കും. പക്ഷെ അതത്ര ഇതുപോലെ പെർഫെക്റ്റ് ആവുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കതിന് വലിയ താല്പര്യമില്ല. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ ആ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോഴല്ലേ അതിൻ്റെതായ ഒരു മഹിമ കിട്ടുന്നത്. അപ്പം ഞാനിത് തട്ടിയത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്. തൽക്കാലം ഈ പാൻ ഒന്ന് ചൂടാകട്ടെ. ചൂടായ ശേഷം നമുക്ക് വെച്ചു കൊടുക്കാം. ആ സമയം കൊണ്ട് അടുത്തത് ഞാനൊന്ന് തട്ടിയെടുക്കുകയാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ, ഇവിടെ നിന്ന് തന്നെ ഓരോന്നും ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഇതെൻ്റെ വലിയ പാനല്ലേ, അപ്പം ആദ്യം 2 വെച്ച് ചുട്ടെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്ക് 4 ആക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മളുടെ ജോലി അങ്ങോട്ട് കഴിയുകയും ചെയ്യും. അപ്പം ചപ്പാത്തി ആണെങ്കിൽ ഞാൻ ഇതുപോലെയാണ്, അടുക്കി ഇങ്ങനെ വെച്ചിട്ട് ചുട്ടെടുക്കത്തില്ല കേട്ടോ. അപ്പോഴപ്പോഴ് അങ്ങ് റെഡിയാക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മളുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടു, രണ്ടാമത്തത് എന്താ ഇതുപോലെ ഇട്ടു. അപ്പോൾ ഈ ഒരട്ടി ആകുമ്പോഴേക്കും ഓൾറെഡി ഇത് വെന്ത മാവാണ്. പിന്നെ നമ്മൾ നല്ലൊരു രീതിയിൽ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നത് വരെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ പാൻ ആയതുകൊണ്ട് ഈ ഒരു ഗുണമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒറോട്ടി ചട്ടിയിലാണ് ഉണ്ടാക്കണത് കേട്ടോ. ട്രഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒറോട്ടി ചട്ടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം അടുത്തത് ഞാനിപ്പം 4 ആയിട്ട് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കും. അപ്പം ഈ പാന് എങ്ങനെയുണ്ടെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അടിപൊളി പാനാണ് കേട്ടോ, പ്രസ്റ്റീജിൻ്റെ ആണ്. അങ്ങനെ ഞാൻ ഒറട്ടിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനിടയിൽ നമ്മുടെ സ്റ്റീം പോയപ്പോഴേക്ക് കുക്കർ ഞാൻ ഓപ്പൺ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഒട്ടും വെള്ളം ചേർക്കത്തില്ല, അതിൽ നിന്ന് തന്നെ ചാറ് വരും എന്ന്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയണത്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇത് മൺചട്ടിയിലേക്ക് മാറ്റുവാണ്. അപ്പം ഞാനിതാ മൺചട്ടിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ചാറ് ഇത്രയും മാത്രം മതിയാവും. ഒരുപാട് ചാറ് വേണ്ടവരാണെങ്കിൽ നല്ല തിളച്ച വെള്ളം ആദ്യം തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്യില്ലേ ആ സമയത്ത് ഒഴിച്ചു കൊടുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ രീതിക്ക് എടുക്കണം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതുപോലെ ഇതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഗരം മസാല ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിക്ക് നല്ല ഒരു മണവും നല്ല ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ഇത് മൺചട്ടിയിലിരുന്ന് അതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ശരിക്കും നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പം അത് ഒന്ന് കുറുകി വരികയും ചെയ്യും. ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊന്ന് തിളച്ച് ആ കറിയും മസാലയൊക്കെ ചേർന്നിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചിരുന്നത് പോലെയല്ലേ ഇപ്പം ഇരിക്കുന്നത്. കണ്ടോ, ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ചൂട് ഒറട്ടിയും നല്ല ചൂടോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഒറട്ടിയുടെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കറി ഏതാണെന്ന് കൂടി പറയുക കേട്ടോ. ഇതുപോലെ ബീഫ് ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് കൂടി പറയണം കേട്ടോ. അപ്പം എപ്പോഴൊന്നും ബീഫ് കഴിക്കണത് ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പം ഞാൻ പിന്നെ ഒരുപാടൊന്നും കഴിക്കാറില്ല, കുറച്ച് കറിയെ ഇങ്ങനെയുള്ളപ്പം കഴിക്കാറുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ തുണിയെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് നിസാർക്കയാണ് തുണി വിരിക്കാനായിട്ട് ടെറസിലേക്ക് വന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു, നല്ല കാറ്റും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും താഴെ നിൽക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം അനുഭവപ്പെടത്തില്ല കേട്ടോ. നമ്മുടെ മുകളിലേക്ക്, അതായത് ടെറസിലേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള മേഘങ്ങളെയും ആകാശവും കാറ്റും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നിസാർക്ക് എൻ്റെ അടുത്ത് തുണി വിരിച്ച് കഴിഞ്ഞിട്ട് താഴെ വന്നത് പറഞ്ഞപ്പോഴേ എനിക്ക് കാണണം എന്ന് വലിയ ആഗ്രഹം. പക്ഷേ നിസാർക്ക് പറഞ്ഞു നിനക്ക് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സ്റ്റെപ്പൊന്നും കയറണ്ടാന്ന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് ഞങ്ങൾ പുറപ്പെടേണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ സാധാരണ നിസാർക്ക് എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് വരികയാണ് ചെയ്യണത്. ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ ഇവർക്ക് വേറെ പ്രോഗ്രാമൊന്നുമില്ല, അവരും കൂടി വരുന്നെന്ന് പറഞ്ഞ് എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അപ്പം സനമോള് എപ്പോഴും ഉള്ളതുപോലെ തന്നെ വളരെ സന്തോഷവതിയാണ്. ഇതുപോലെ പുറത്തേക്കൊക്കെ പോകുമ്പം ഒരുക്കി ഇറക്കുമ്പോൾ കണ്ട അവളുടെ കണ്ണിലൊന്നും ഇന്ന് കരിയൊന്നും എഴുതിയിട്ടില്ല, കൺമഷിയൊന്നും എഴുതിയിട്ടില്ല. കാരണം അവൾക്ക് സുഖമില്ല. അപ്പം അത് കാരണം അവളങ്ങനെ നിന്ന് തരത്തൊന്നുമില്ല കേട്ടോ. എങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ ഇതുപോലെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പം അവർക്ക് തന്നെ ഒരു സന്തോഷമില്ലേ. നമ്മളെപ്പോഴും കൊച്ചു കുഞ്ഞാണെങ്കിലും അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കാൻ ശ്രമിക്കണം. ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. കാരണം ഇതൊക്കെ നമ്മളുടെ കുഞ്ഞിലേ കിട്ടുന്ന ആ ഒരു ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്.
മോൾക്കാണെങ്കിൽ ഇതുപോലെ പുറത്തു പോകുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവളുടെ സന്തോഷം നോക്കി, അവളുടെ ആ വയ്യായ്കയൊക്കെ അവൾ അന്നേരം ഒന്ന് മറന്നു പോവാണെന്ന് തോന്നുന്നു. വലിയ വിഷമൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുവാണ്. ഇന്നിപ്പോ എന്റെ ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ കുറവുണ്ടോന്ന് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറവുണ്ട് കേട്ടോ, വന്നതെന്ന് ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നന്നായി റെസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ മാറത്തുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ ഈ റെസ്റ്റിന്റെ കാര്യം പറയുമ്പം എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം എങ്ങനെ വന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുമല്ലോ, ചുമ്മാ ഇരിക്കാനും പറ്റത്തില്ല. മോളെ എടുക്കും. അപ്പൊ ഡോക്ടർ എന്ന് വെച്ചാൽ മോളെ അങ്ങനെ എടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ മോളെ ഞാൻ എങ്ങനെ എടുക്കാതിരിക്കും? മോളെ വേണമെങ്കിൽ എടുക്കാതിരിക്കാം, പക്ഷെ അടുക്കളയിൽ കയറാതിരിക്കുന്നതിന് രണ്ടും എന്നെ കൊണ്ട് അസാധ്യമായ കാര്യമാണ്. അപ്പൊ എന്തായാലും പഠിച്ചോനെ ഇതൊന്ന് കുറഞ്ഞു കിട്ടണേന്നാണ് ഞാൻ ദുആ ചെയ്യണത്. അങ്ങനെ ഇപ്പം പറഞ്ഞ് ദാ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമെത്തി. അപ്പൊ എന്നെ ഇന്നിപ്പോ ഇറക്കി വിട്ട ശേഷം ഇവരൊന്ന് കറങ്ങാൻ പോകും. ഞാൻ ഫോൺ ചെയ്ത ശേഷമേ ഇവര് വരത്തുള്ളൂ. അങ്ങനെ ഉമ്മയെ ട്രീറ്റ്മെന്റ് ഇറക്കിയിട്ട് നമ്മൾ വിചാരിച്ചൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. ഇപ്പം നല്ല കാലാവസ്ഥയൊക്കെ അല്ലേ. അപ്പോൾ വാപ്പ പറഞ്ഞു ഏതായാലും ഇപ്പം വൈകുന്നേരം ആയ സ്ഥിതിക്ക് ചായ കുടിച്ചിട്ട് പോകാം. വാപ്പാക്ക് 5 നേരം ചായ കൊടുത്താലും വാപ്പ കുടിക്കും, അത്രയും ഇഷ്ടമാണ് ചായ. പക്ഷെ എനിക്ക് ചായയല്ല ഇഷ്ടം, എനിക്ക് കോഫിയാണ് ഇഷ്ടം. അപ്പം നമ്മൾ എന്നാൽ ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. ഫാബി പിന്നെ ചായയും കാപ്പിയും കുടിക്കൂല, പാലാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫാബിക്ക് ഹോർലിക്സ്, എനിക്ക് കോഫി മസ്റ്റാണ്. വാപ്പാക്ക് ചായ. അപ്പോൾ ഇത് ഇത്രയും കുടിച്ചിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങും. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, അധികം എന്താ പറയുക ചൂടും ഇല്ല എന്നാൽ തണുപ്പും അല്ല, എന്താ പറയുക നല്ല പ്ലസൻറ്റ് കാലാവസ്ഥയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ കരുതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാം. ഇതിപ്പോൾ ഞായറാഴ്ചത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ വിചാരിച്ച ബീച്ചൊക്കെ ഭയങ്കര ഇപ്പം എന്താ കുറേ ദിവസമായിട്ട് നല്ല ശാന്തമാണല്ലോ. പക്ഷേ ഇവിടെ ഈ കടൽ കുറച്ച് ശോഭിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത്ര ഞായറാഴ്ച ആയിട്ട് പോലും പണ്ടത്തെ അപേക്ഷിച്ച് ഒട്ടും തിരക്കില്ല. ഇപ്പോൾ കണ്ടോ ആകെ കുറച്ച് വണ്ടികളും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. എനിക്കൊന്ന് മെയിൻ കാര്യം ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. കണ്ടോ ഇന്ന് റോഡ് വരെ ഇപ്പോൾ വെള്ളം എത്തി. മറ്റേത് നമുക്ക് കുറച്ചെങ്കിലും ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതും മാറി ഇപ്പോൾ ഇന്ന് ഇതുവരെ കടലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാരണമായിരിക്കാം ഇവിടെ ഇപ്പം തീരെ ആൾക്കാരില്ല. കണ്ടോ ആകെ ഒരു ബസ് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വാൻ, പിന്നെ കുറച്ച് വണ്ടികൾ. ഇത്രയും പേര് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്ര നല്ല കാലാവസ്ഥ ആയിട്ട് കൂടി ഇങ്ങനെ വന്ന് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് കുറച്ച് ശാന്തത കിട്ടണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. പിന്നെ നമ്മൾ ബീച്ചിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് സനമോളായിരുന്നു കേട്ടോ. എനിക്ക് സനമോളെ ബീച്ചൊന്ന് കാണിച്ച് വെള്ളത്തിലൊക്കെ നിറക്കിപ്പിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അത് പറ്റില്ല എന്ന് മനസ്സിലായത്. പക്ഷേ അതിൻ്റെ വിഷമമൊന്നും സനമോള് കാണിച്ചില്ല കേട്ടോ. സനമോള് ശരിക്കും എൻജോയ് ചെയ്തു. തിരമാലകളും കടലും ഒക്കെ നോക്കി വിദൂരതയിൽ നോക്കി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന പോലെ ഇങ്ങിരുന്നു. ഇന്ന് നല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്നത്തെ ക്ലൈമറ്റ് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആഘോഷമൊക്കെ കണ്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങളാൽ പൂരിതമായ ആകാശവും പിന്നെ റോഡിലെ അല്ല പച്ചപ്പും നല്ല ആ ഒരു വെളിച്ചവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ റോഡ് ഒരു തിരക്കും ഇല്ലായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല എന്താ പറയുക സമാധാനത്തോടെ ഓടിക്കാം. എനിക്കത് മറ്റ് ജില്ലകളിലെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും പിന്നെ ഭയങ്കര എന്താ പറയുക കുറച്ച് റാഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ. എനിക്ക് ട്രിവാൻഡ്രത്തെ ട്രാഫിക് കുറച്ചുകൂടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ അപേക്ഷിച്ച്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, ഞാൻ അതിൽ പൊങ്കാല ഇടണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ കറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ KSRTC ടൂറിസ്റ്റ് സർവീസായ നമ്മുടെ നഗരക്കാഴ്ചകൾ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സാണ് പോകുന്നത്. എനിക്കൊരു ഡൗട്ട്, ഇങ്ങനെ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? ഏതായാലും ആ ചിന്തകളിൽ മുഴുകി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഉമ്മയും പിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.